അത് ലോകത്ത് കിടക്കും. അപ്പൊ ഒരു വശത്ത് ഞാൻ ഈ പറഞ്ഞ സൂര്യൻ മുതൽ മഴവെള്ളം മുതലുള്ള കാര്യങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം, മറുവശത്ത് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് നമുക്ക് എങ്ങനെ ഒരു ഗ്രീനിലേക്ക് പോകാം, കാർബൺ കുറച്ച് പുറത്ത് വിടുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം. നമ്മൾ ബീഫ് കഴിക്കുന്നവരുണ്ടോ? ബീഫ് കഴിക്കുന്നവരുണ്ടെങ്കിൽ 1 കിലോ ബീഫ് ഒരാളല്ല ഒരു ഫാമിലി 1 കിലോ ബീഫ് കഴിച്ചാൽ 40,000 ലിറ്റർ വെള്ളമാണ് ആർക്ക് നഷ്ടമാവുന്നത്? ജീൻസ് ഇട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ജീൻസ് ഇട്ടിരിക്കുന്നത് ജീൻസ് അല്ല ഇട്ടിരിക്കുന്നത്. വേറെന്താ? മാഡം എന്ത് ചെയ്യുന്നു? ഗാർഡൻ അല്ല, ഒഫീഷ്യലായിട്ട് വന്നതല്ല. ഒഫീഷ്യലായിട്ടല്ല വന്ന ഒഫീഷ്യലാണ് പരിപാടിയിൽ എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, അതാ ഞാൻ ചോദിച്ചു. പേരെന്നോട് പറഞ്ഞു. അഞ്ജു കാർത്തിക ഒരു ജീൻസ് ഇട്ടിരിക്കുമ്പോൾ ഭൂമിക്ക് എത്ര വെള്ളം നഷ്ടം? ഞങ്ങൾ കൺസെപ്റ്റ് പറഞ്ഞാണല്ലോ ജീൻസ് ഇടുക. ഞാൻ ജീൻസ് ഇടുന്നതാണ്. ഒരു ജീൻസ് ഇടുമ്പോൾ എത്ര നഷ്ടം? 14 ലിറ്റർ വെള്ളം നഷ്ടം. അപ്പൊ ജീൻസ് വേണോ പാന്റ് വേണോ? ജീൻസ് വേണ്ടേ? ഇതൊരു വലിയ ചോദ്യമാണ് നമ്മളെ മനസ്സില്ലേ. അതങ്ങനെ പറ്റൂല. പക്ഷേ ഇതിപ്പോ മർമാന് കല്യാണം കഴിച്ചാണെങ്കിൽ ഇരിക്കും അവസാനം കുട്ടികളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എന്നെ കൊണ്ട് ആ ഉദാഹരണം പറയിക്കുക. അതാണ് തീർച്ചയായിട്ടും പറഞ്ഞുതരാം. സ്വകാര്യമായിട്ട് എന്നോട് ചോദിച്ചാൽ പറഞ്ഞുതരാം. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും? ഭൂമിയെ തൊടാതെ ജീവിക്കാൻ പറ്റില്ല. ചെറിയ ജീവി വലിയ ജീവി തിന്നാതെ ജീവിക്കാൻ പറ്റും. അതിനാണ് ഭൂമി. ചെറിയ ജീവി ആര് തിന്നും? വലിയ ജീവി തിന്നും. പക്ഷെ സിംഹം തിന്നും പോലെ തിന്നണം. അതാണ് ഹരിതം. എന്താ സിംഹം തിന്നുന്ന രീതി? മാനിനാണ് ഏറ്റവും ഇഷ്ടം സിംഹത്തിന്. പക്ഷേ ഒരു ചെറിയ മാൻ മുമ്പ് വന്നാൽ സിംഹം ചെയ്യൂല, പിടിക്കത്തില്ല. ആരെ പിടിക്കുള്ളൂ? വയസ്സായ മാനിനെ പിടിക്കുള്ളൂ. അതിന്റെ തിയറി എന്താ? സിംഹം ഇതുപോലത്തെ ക്ലാസ്സുകളിലൊന്നും പോയി നിന്നിട്ടില്ല. പിന്നെ സിംഹത്തിന് ആരാധന പഠിപ്പിച്ചേ? പ്രകൃതിയെ പഠിപ്പിച്ചേ. വലിയ മാനിനെ സിംഹം തിന്നുള്ളൂ. കാര്യം പറയാം, ചെറിയ മാനിനെ തിന്നാൽ വലിയ മാൻ എന്ത് ചെയ്യും? പ്രായമായി ചത്തു. അപ്പൊ നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ചെറിയ മാനിനെ അടുത്ത് കളിപ്പിക്കും. ആരെ പിടിക്കും? വലിയ മാനിനെ പിടിക്കും. നമ്മളാണെങ്കിൽ ആരെ പിടിക്കും? നമ്മുടെ മനുഷ്യരങ്ങനെയല്ല. ചെറിയ മാനിനെ പിടിക്കും, വലുത് ചത്തും പോവും, നമ്മൾ പട്ടിണിയും കിടക്കും. ഇതാണ് മനുഷ്യരും മൃഗങ്ങളുമായിട്ടുള്ള ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ കുറെ കാര്യങ്ങൾ പ്രകൃതി പഠിക്കാറുണ്ട്. ഞാൻ പ്രകൃതി കൂടെ കുറച്ചാലും കൈകാര്യം ചെയ്തു. അപ്പൊ അങ്ങനെ നിൽക്കട്ടെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ പോലെയുള്ള ആളുകൾ എല്ലാവരും ജീൻസിനെ തീരുമാനിച്ചാൽ 14 കണക്കിന് ലിറ്റർ വെള്ളമാണ് ഭൂമിക്ക്. ഒരു കാർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വെള്ളം നഷ്ടമാകും. ഒരു മൊബൈൽ ഉണ്ടാക്കുമ്പോൾ വെള്ളം നഷ്ടമാകും. എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ വെള്ളം നഷ്ടമാകും. ഒരുപാട് വെള്ളം നഷ്ടം. അപ്പൊ എങ്ങനെ ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും? ഇനി പുതിയ തിയറി വരാൻ പോകണം. എന്താണെന്നറിയാവോ? നെൽകൃഷി ഒരുപാട് വെള്ളം എടുക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഇനി നെല്ല് കൃഷി ചെയ്യണ്ട. പുതിയ തിയറി വരാൻ പോകണം സാറേ. ഇന്ത്യ നെൽകൃഷി ചെയ്യേണ്ട. കാര്യം എന്താ? ഒരുപാട് വെള്ളം ആരെടുക്കുന്നു? നെൽകൃഷി എടുക്കുന്നു. 1 കിലോ നെല്ലായി വരാൻ 3 ലിറ്റർ വെള്ളം എടുക്കും. 3 ലിറ്റർ ഇൻറ്റു 3000 ഇൻറ്റു 10 എത്ര രൂപയായി? 10 രൂപ വെച്ച് കൊടുത്താൽ മതി വെള്ളം. 30,000 രൂപയായി. 30,000 രൂപ വെള്ളം എടുത്തിട്ടാണ് 60 രൂപയുടെ എന്ത് വരുന്നത്? അരി വരുന്നത്. കാരണം ആലോചിച്ചു, 30,000 രൂപ വെള്ളം എടുക്കും. ആര്? ഈ വയലിൽ അത്രയും കോടിക്കണക്കിൽ ലിറ്റർ വെള്ളം കെട്ടിക്കിടക്കണം വയലിൽ. അവിടെ നിങ്ങൾ ഇനി എന്ത് ചെയ്യണ്ട? വെള്ളം ഇല്ലെങ്കിൽ നെൽകൃഷി ചെയ്യണ്ട, വേറെ കൃഷി ചെയ്തോളൂ. ഇതാണ് ചിന്ത. അപ്പൊ ലോകം വേറെ ചിന്തകളിലേക്ക് പോവുകയാണ്, പുതിയ രീതികളിലേക്ക് പോവുകയാണ്. അപ്പൊ എങ്ങനെ നമുക്കൊരു വാട്ടറിനെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം? ഇത് അടുത്ത ചിന്ത. അപ്പൊ വെള്ളത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും? പിന്നെ ഓരോ വസ്തുക്കളും എങ്ങനെ കൈകാര്യം ചെയ്യും? അടുത്ത ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായ കാര്യങ്ങളുണ്ട്. 3R എന്നൊക്കെ പറഞ്ഞ് റിലീസ് ചെയ്യുക, അതൊക്കെ ഉണ്ട്, നമുക്കറിയാം. ഇനി നമുക്ക് പ്രശ്നം എന്താണെന്ന് അറിയാമോ? എന്താ മാഷേ പ്രശ്നം? സാർ എന്താ പ്രശ്നം? നമ്മുടെ അറിഞ്ഞൂടാന്ന് പറയാതെ, അങ്ങനെ പറയാതിരിക്കും. പ്രശ്നം എന്താണ്? നമ്മുടെ പ്രശ്നം എന്താണ് സാർ? എന്താ സാറേ നമ്മുടെ പ്രശ്നം? മാലിന്യമല്ല. മാലിന്യമൊക്കെ സിംഗപ്പൂരൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കർശനമായിട്ടൊക്കെ പോയാൽ മാലിന്യം സംസ്കരിക്കാൻ പറ്റും. നമ്മുടെ യഥാർത്ഥ പ്രശ്നം എന്താ? എങ്ങനെ? അല്ലേ, പരിസ്ഥിതിയാണോ? ആണല്ലോ. എന്താ നമ്മുടെ യഥാർത്ഥ പ്രശ്നം സാറേ? ഒന്ന് എന്നെ സഹായിക്കും മാഡം. എന്താ നമ്മുടെ യഥാർത്ഥ പ്രശ്നം? ഗാന്ധി എന്നോട് ഗാന്ധി എന്ന് പറഞ്ഞു മാഡത്തിനോട്. മാഡം മിണ്ടാതിരിക്കുന്നു. അടുത്ത ആള് കുട്ടികൾ ആരില്ല. എന്താ നമ്മുടെ യഥാർത്ഥ പ്രശ്നം? നമ്മുടെ യഥാർത്ഥ പ്രശ്നം എന്താ? ജീവിതമാണോ? നമ്മളുടെ യഥാർത്ഥ പ്രശ്നം എന്താന്ന് മനസ്സിലാവാത്തത്. നമ്മുടെ യഥാർത്ഥ പ്രശ്നം അതാണ്. എന്താണ് പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ രോഗിയാണെന്ന് ആർക്ക് മനസ്സിലായില്ല? രോഗിക്ക് മനസ്സിലാവുന്നില്ല. ഇനി രോഗിക്ക് മനസ്സിലായാലും ചില കുഴപ്പങ്ങൾ കാണിക്കും. ഞാൻ ഷുഗർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞൂടാ, ഷുഗറിന് മെഡിസിനൊക്കെ എടുക്കുന്ന ആളാണ്. പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ രോഗിയാണെന്നൊക്കെ മെഡിസിനൊക്കെ എടുക്കും, ഇടയ്ക്കൊക്കെ എടുക്കും. എന്നോട് ചായക്ക് മധുരം വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ മധുരപ്രിയനായിരുന്നു. അപ്പൊ ഞാൻ എന്ത് വരട്ടെ എന്ന് പറഞ്ഞു. വീട്ടിൽ നിന്നാണെങ്കിൽ ഭാര്യയും മക്കളും മധുരവും തരൂല. എന്റെ കൂടെയുള്ള ഫോട്ടോ കൂടെ വന്നിട്ടുണ്ട്. വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കരുത്, ഇയാൾ മധുരമായിട്ട് കഴിച്ചത്.
മധുരമൊക്കെ പായസം കൂടി. എന്നാൽ ഇവിടെ വന്നപ്പോ എനിക്ക് എന്റെ ആര് പുറത്തു വന്നു? എന്റെ ആര് പുറത്തു വന്നു? ആഗ്രഹമോ? ആഗ്രഹമല്ല പുറത്തു വന്നത്. എന്റെ ചിന്തകൾ, എന്റെ ദൗർബല്യങ്ങളെല്ലാം പുറത്തു വന്നു. എന്താ എന്റെ ദൗർബല്യം? അസുഖമുണ്ടെന്ന് അറിഞ്ഞിട്ടും മധുരം കഴിക്കണമെന്നുള്ള ഒരു ദൗർബല്യം, ഒരാഗ്രഹം എന്നിൽ കൂടി. മനുഷ്യരെ സൃഷ്ടിക്കുന്ന 5 കാര്യത്തിലാണ്. എന്റെ ചിന്തയാണ്, നമുക്ക് ചർച്ച ചെയ്യണമെന്ന്. ഒന്ന്, കാമം, ക്രോധം, ലോഭം, പണം, അധികാരം, സമ്പത്ത്. ഇതൊക്കെയാണ് മനുഷ്യനെ ഹോണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പെട്ടെന്ന് ഹോണ്ട് ചെയ്യുന്ന അധികാരം നമ്മളെ ഹോണ്ട് ചെയ്യും. കിട്ടട്ടെ നമുക്ക് തോന്നും. വീട്ടിൽ അധികാരമായാലും നാട്ടിൽ അധികാരം ഒരുപാട് കിട്ടണമെന്നോ ഉപേക്ഷിക്കാൻ ആർക്കും അത്ര താല്പര്യമില്ല. കിട്ടുന്ന അധികാരം ഇരിക്കട്ടെ. ഒരു യോഗം വിളിച്ചാൽ അധ്യക്ഷനാക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? സന്തോഷമായിരിക്കും. അധ്യക്ഷനായിട്ട് ചേട്ടൻ വന്നിരിക്കുന്നതാ, അധ്യക്ഷൻ രക്ഷപ്പെട്ടല്ലോ എന്ന് മനസ്സിൽ തോന്നുന്നു, സന്തോഷം തോന്നുന്നു. അധികാരം, പദവി, സമ്പത്ത്, ഈ ആഗ്രഹങ്ങളിൽ പെട്ടുകിടക്കുകയാണ് മനുഷ്യർ. ഈ ആഗ്രഹങ്ങളിൽ നിന്ന് മോചനം നേടാൻ എളുപ്പമല്ല. ബുദ്ധൻ പറഞ്ഞതുപോലെ തന്നെയാണ് ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുന്നത്. പക്ഷെ അത് എളുപ്പമേ അല്ല. അപ്പൊ അങ്ങനെ പോകുന്ന മനുഷ്യർക്ക് ഒരു വശത്ത് പ്രകൃതിയുടെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു, മറുവശത്ത് കുറെ ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. മൂന്നാമത്തത് തീരുമാനം നമ്മൾ എടുക്കണം. അതാണ് പ്രധാനം. നിങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കണം. അതാണ് ഒരു നിമിഷത്തിന്റെ കഥ ഞാൻ പറഞ്ഞത്. അതിനാണ് ഈ ക്ലാസ് ഒക്കെ വെക്കുന്നത്.